ഒരു ഉദാഹരണം സാങ്കല്പികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എല്ലാ ഉദാഹരണങ്ങളും സൂട്ടാകുന്നമെന്നില്ല. ഈ ഉദാഹരണം ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുക. NSSും SNDPയും പരസ്പരം ഐക്യപ്പെടുന്നതിനോട് ആർക്കും വിരോധമില്ല. ഞാനതിനെ സംബന്ധിച്ചൊരു അതൃപ്തിയും പറഞ്ഞിട്ടില്ല. സാമുദായിക സൗഹൃദങ്ങളും ഐക്യങ്ങളും ഒക്കെ അനിവാര്യമാണ്. ഐക്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഐക്യം അപരമത വിദ്വേഷമാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരാളുടെ തിരുത്ത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണല്ലോ. മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു പരാമർശം സാമുദായികത നോക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. ഞങ്ങളൊക്കെ ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ്. നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏത് മതവിശ്വാസികളും അവരാവാം. സാമുദായിക പാർട്ടി എന്നതിൽ മുസ്ലിം ലീഗിനും മതേതര പാർട്ടി ആയ മറ്റ് സംഘടനകൾക്കും അവരുടെ മത താല്പര്യങ്ങളും മതവിശ്വാസികളുടെ അണികളുടെയും നിലപാടും അനുസരിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് യാതൊരു തെറ്റില്ല. പക്ഷെ അത് വർഗീയമായി കാണേണ്ട യാതൊരു കാര്യമില്ല.